കുറച്ചും കൂടെ നമ്മൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് വന്നത് ശരിക്കും മല്ലികാന്റിയൊക്കെ വിളിക്കുമ്പോഴാണ്. ഹലോ ടെസയാ? അയ്യോ മല്ലികാന്റിയോ? മല്ലികാന്റിയോ? അതെ, ഓ നമ്മുടെ പട്ടാളത്തിലെ നായിക നന്നൊരു സുന്ദരിയായ കൊച്ചുകുട്ടിയെ പട്ടാളത്തിന് ശേഷം ലാലേട്ടന്റെ നായികയായിട്ട് വിളിച്ചിട്ട് നീ അഭിനയിക്കാൻ പോയിട്ടില്ല? എനിക്ക് പട്ടാളം ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്നും പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ജിസ്റ്റോയുടെ മൂവിയിൽ ബൈസിക്കിൾ തീവ്സ് ചെയ്തു, മോഹൻ കുമാർ ഫാൻസ് ചെയ്തു. ഇത് ഓൺലൈൻ ചാനലിൽ വന്ന വാർത്തയാണ്. ഏത് ഓൺലൈൻ ചാനലിൽ വന്നു വിണ്ട് കീറാൻ തുടങ്ങി. നമ്മുടെ ഈ ലിപ്പൊക്കെ വിണ്ട് കീറില്ലേ, അതുപോലെ ഫേസിൽ മൊത്തം വിണ്ട് കീറിയാത്ത അവസ്ഥ ആലോചിച്ച് ഒരു പർട്ടിക്കുലർ ഫോട്ടോ ഇട്ടു, ഒരു വീഡിയോ ഇട്ടു, അതിന്റെ പുറത്ത് ഒന്ന് നെഗറ്റീവ് പറയണമെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തോരം നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ സിസ്റ്റേഴ്സിന്റെ അമ്മമാരുടെ പിന്നെ ഇത് കേട്ടിട്ട് വെറുതെ കുത്താൻ വേണ്ടിട്ട് ആരെങ്കിലും വന്ന് ഇടരുത് ചെയ്ത് ആരും തലയിലൊന്നും കാണത്തില്ല. ഇപ്പൊ രമ്യയായിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കാണ്. നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കം പക്കത്തിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ചക്കം പക്കത്തിൽ ഇന്ന് എന്നോടൊപ്പം ടെസയാണ്. വെൽക്കം ടെസ. താങ്ക് യു രമ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ ടെസക്കുട്ടി, എത്ര നാൾക്ക് ശേഷം നമ്മൾ കാണുന്നത്? ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. അതെ, യെസ്. എന്ത് പറയണു, എങ്ങനെയുണ്ട് അബുദാബി ജീവിതമൊക്കെ? അബുദാബി ജീവിതം സുഖം, സന്തോഷം, എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്കത് മിക്ക മാസം ഞാൻ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? എന്തെങ്കിലും വർക്ക് ആയിട്ട് വരും, അല്ലെങ്കിൽ ഫാമിലി ട്രിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ കൂടുതലും വർക്കിന് വേണ്ടിട്ട് ഇപ്പം വരുന്നതെല്ലാം. അപ്പം മിക്കവാറും ഏകദേശം ഒരു 2 months കൂടുമ്പോ ശരിക്കും നാട്ടിൽ വരാറുണ്ടോ? 2 months വരെ പോവാറില്ല സാധാരണ. എല്ലാ 1.5 മാസം ഞാൻ ഇവിടെ ഉണ്ട്. ഓ, അത്ര ഫ്രീക്വന്റ് ആയിട്ടോ? ഒരു 1 week 2 weeks. ഇപ്പം ഒരു മൂവി അതെനിക്കറിയാലോ. അപ്പൊ മൂവിയുടെ സംബന്ധിച്ച് അതിനു വേണ്ടി വന്നു. പിന്നെ അതിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ, അതിനുവേണ്ടി ഡബിങ്, അങ്ങനെ കുറെ ഇതായിട്ട് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട്. ഇപ്പം കുട്ടികളൊക്കെ 2 ചെക്കന്മാര്. ബോയ്സ് എന്ത് ചെയ്യണു? ഒരാള് ഇനി 12th മറ്റേ ആള് ഇനി 9th. രണ്ടുപേരും അവിടെ തന്നെ പഠിക്കുന്നത്. അപ്പൊ നീ ഇങ്ങനെ ഫ്രീക്വന്റ് ട്രാവൽ ചെയ്താൽ അവരുടെ സ്റ്റഡീസും ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളൂ. 12ാം ക്ലാസ്സിൽ പഠിക്കലോട്ട് കയറാൻ പോണ പയ്യനെ ഞാൻ എന്ത് പഠിപ്പിക്കാൻ? അവനെ ഞാൻ എന്ത് പഠിപ്പിക്കാൻ? എനിക്കറിയില്ല എന്താ. അല്ല, എന്നാലും അവര് ടൈമിൽ സ്കൂളിൽ പോവാം അവരൊക്കെ ചെയ്തോളും. ഹസ്ബൻഡ് ഉണ്ട്, പുള്ളി നോക്കിയോളും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഓക്കെ. ഹസ്ബൻഡ് സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കും. അമ്മ എന്ത് പറയുന്നു? അമ്മയും സുഖമായിട്ടിരിക്കും. എല്ലാം നന്നായിരിക്കണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചക്കം പക്കത്തിലേക്ക് വരാം. യൂഷ്വലി ചക്കം പക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫൺ സെഗ്മെന്റ്. ഈ പറയുന്ന പോലെ തന്നെ ഒരു ഫൺ, എന്തൊക്കെ ചോദ്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആവാം. പക്ഷെ അതിനെ നമ്മൾ ഒന്നും സീരിയസ് ആയിട്ട് കാണുകയില്ല. എല്ലാം നമ്മൾ അതിനെ മാക്സിമം ഫൺ സൈഡിൽ അതിനെ കാണുള്ളൂ. പിന്നെ യൂഷ്വലി ചക്കം പക്കത്തിൽ ചക്കം എന്ന് പറയുന്ന മൊത്തം ചോദ്യങ്ങളും, പക്കം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന്റെ ആൻസേഴ്സ് എങ്ങാനും അറിയില്ല, മാറിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനുള്ള ടാസ്കുകളുമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. പുതിയ സിനിമയുടെ വിശേഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോ നമ്മൾ കുറെ നാൾക്ക് ശേഷം പറയുമ്പോ ടെസ എന്നുള്ള പേര് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്ക് എത്തുന്നത് പട്ടാളത്തിലെ നായികയാണ്. ആ പട്ടാളത്തിലെ നായിക വീണ്ടും അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് സിനിമ ചെയ്യും. പിന്നെയും കുറച്ച് നാളത്തേക്ക് കാണില്ല, എങ്ങോട്ടോ ഒരു മുങ്ങലാണ്. ഇതെന്തോ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ടെസക്ക് ഇത്ര ബ്രേക്ക് എടുത്താലാണോ അടുത്ത പ്രൊജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെയല്ല, ഞാനായിട്ട് ബ്രേക്ക് എടുക്കുന്നതല്ല, ഇതൊരു ഫോഴ്സ്ഫുൾ ബ്രേക്ക് ആണ്. അങ്ങനെ ഇത് ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഞാൻ അബുദാബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഈസിലി അവൈലബിൾ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഒക്കെ വിളിക്കുമ്പോൾ ടെസ ഇവിടെ അവൈലബിൾ ആണോ എന്ന് പറയുമ്പോൾ ഞാൻ അബുദാബിയിലാണ് എന്ന് പറയുകയാണെങ്കിൽ, അബുദാബിയിലാണല്ലേ, നിങ്ങൾ തിരിച്ചു വിളിക്കാവേ എന്ന് പറയും. കാരണം അവർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാ എനിക്ക് മനസ്സിലാവാതെ. അവിടെ നിന്ന് അബുദാബിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുള്ളൂ ഇവിടം വരെ വരാനായിട്ട്. പക്ഷെ പെട്ടെന്ന് വിളിച്ചിട്ട് നാളെ തന്നെ വരണം എന്ന് പറഞ്ഞെങ്കിൽ നമുക്കത് പറ്റൂല. നമ്മുടെ മലയാളം ഫിലിമിൽ കുറെയൊക്കെ അങ്ങനെയുണ്ട്. നമുക്ക് പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റ് ആയിരിക്കും അവർ ചിലപ്പം ഒരു റോളുണ്ട് 2 ദിവസത്തിനുള്ളിൽ വരാവും ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി വരാനായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 3 days ഗ്യാപ്പ് എങ്കിലും നമുക്ക് വേണമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ. പിന്നെ ഫ്രീക്വന്റ് ട്രാവലിംഗ് വേണമല്ലോ. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയില്ല. ടെസയ്ക്ക് ഒരു സർപ്രൈസ് കോൾ ആണ്. ആരുടെ വകയാണോ എന്തോ? ഹലോ. ഹായ്, ഞാൻ ടെസയ്ക്ക് കൊടുക്കാമേ. ടെസ കഴിച്ചോണ്ടിരിക്കുക. ആരത്? ഹലോ. ഹലോ ടെസയാ? അയ്യോ മല്ലികാന്റിയോ? മല്ലികാന്റിയോ? അതെ. അതല്ല, നമ്മളെ അപ്പുവിന്റെ സംസാര രീതി അറിയാമല്ലോ.
ഭയങ്കര ടെസ്സ തോമസ്. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ഒന്നും പറയാതെ പട്ടാളത്തിലെ നായിക എന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേറെ ഏതോ വലിയ വയസ്സായ ആൾക്കാരതൊക്കെ വിചാരിക്കും ടെസ്സ തോമസ് IAS എന്നൊക്കെ ടെസ്സ തോമസ് അല്ല, ടെസ്സ ജോസഫാ. സോറി ടെസ്സ ജോസഫ് നമ്മൾ വിചാരിക്കും ഡോക്ടറോ എഞ്ചിനീയറോ ജോസഫ്. ഞാൻ പറഞ്ഞു നമ്മുടെ പട്ടാളത്തിലെ നായിക അന്നൊരു സുന്ദരിയായ കൊച്ചുകുട്ടി ഇന്ദ്രനും ഉണ്ട് അതെ 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 എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എവിടെയാ ശരിക്കും ടെസ്സ? മല്ലികാന്റി ഞാൻ അബുദാബിയിലാ. അതാണ് വെളിയിലാണെന്ന് അറിയാം, പക്ഷെ എവിടെയാണെന്നുള്ള മല്ലികാന്റിക്ക് ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ പട്ടാളത്തിൽ ഇനിഷ്യലി ലാലുവേട്ടൻ ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞപ്പോ വീട്ടിൽ നിന്നൊക്കെ കുറച്ചൊരു ഇനിഷ്യൽ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ചെയ്യണോ വിടണോ എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ ഞങ്ങളൊരു ഡിലെമയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ആന്റി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അല്ല ലൊക്കേഷനിലേക്കാ എനിക്ക് കോൾ വന്നത്, എന്റെ വീട്ടിലേക്കാണ് കോൾ വന്നത്. ആക്ച്വലി എനിക്ക് ഒരു പിടിയും ഇല്ല. ഇത് ആരെങ്കിലും അത്രയും വർഷം, ഞാനീ പറയുന്ന 20 years ബാക്ക് ഉള്ള കാര്യം കേട്ടോ. അത് എല്ലാരും, പക്ഷെ ഞാൻ ചില കാര്യങ്ങളൊന്നും നമുക്ക് ചില ആൾക്കാരെയും അവരുടെ ഇടപെടലുകളൊന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റില്ല. സാധാരണ ഞാൻ അങ്ങനെ എനിക്ക് നമ്പർ കണ്ടുപിടിച്ച് വിളിക്കാനുള്ള ആയിരിക്കും. അപ്പൊ എന്നെ വിളിക്കുന്നു, എന്നിട്ട് ആന്റി പറയുന്നു മോളെ ഞാൻ ഇങ്ങനെ മല്ലിക സുകുമാരനാണ്, മോളെ ഇങ്ങനെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയില് ഒരു ചാൻസ് കിട്ടിയിട്ടില്ലേ, അപ്പൊ അത് മോൾ എന്താണെങ്കിലും എടുത്ത് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിയായി. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ലാൽ ജോസ് എന്ന സംവിധായകനോട് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ എന്നും പറയും എല്ലാത്തരം ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിത്രങ്ങൾ എടുക്കുന്ന ആളാണ്. ലാൽ ജോസിന്റെ ഒരു പടം അഭിനയിച്ചിട്ട് പിന്നീട് അടുത്ത പടത്തിൽ അഭിനയിക്കാതെ പോകുമ്പോ ഞാൻ എന്റെ മക്കളോട് വരും അയ്യോ ലാൽ ജോസിന്റെ നല്ല എന്ന് അന്നും ചോദിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പൊ ലാൽ ജോസിന്റെ പടം ആയതുകൊണ്ട് നീ ഇന്ത്യന്റെ മറ്റു പയ്യോ പോലെ പറഞ്ഞു കൊടുക്കുന്നൊരു നല്ല ഓപ്പണിംഗ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. എനിക്ക് അപ്പൊ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എനിക്ക് ആരെയും അങ്ങനെ പരിചയമില്ല. അപ്പൊ എനിക്ക് വന്ന കോള് ആന്റിയുടെ കോളാണ് വന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ മല്ലികാന്റി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്കൊരു ഭയങ്കര അത് ചെയ്യണം എന്നുള്ള എനിക്ക് അല്ലെങ്കിലും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ആയിരിക്കാം. കാരണം അല്ലെങ്കിൽ എനിക്ക് അതിന് മുമ്പ് മോളെ പരിചയമില്ല. ഞാൻ അങ്ങനെ ഒരാളെ എടുക്കണം എന്ന് പറയുന്നത് ഏത് സംവിധായകനോട് ചോദിച്ചാലും പറയും എനിക്ക് വേഷം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാറില്ല. അപ്പൊ ഈ ഒരു കോള് അത് ഞാൻ എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ മറക്കില്ല. അപ്പൊ ചില ആളുകളുടെ ലൈഫിലൊക്കെ ഉള്ള ഇടപെടലുകള് നമ്മളെ ഒരുപാട് നമുക്ക് കുറെ മെമ്മറീസ് ഉണ്ടാക്കും. നല്ലൊരു പടമായിരുന്നല്ലോ. അതെ 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 അതാ ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയാം എനിക്ക് ലാൽ ജോസിന്റെ പടം എന്ന് കേട്ടാലേ എന്റെ മക്കളുള്ള പടമാണെങ്കിലും ഇല്ലാത്ത പടമാണെങ്കിലും ഞാൻ തിയേറ്ററുകളിലെങ്കിലും OTT-യിലോ TV-യിലോ എപ്പോഴെങ്കിലും ലാൽ ജോസിന്റെ പടമാണിതെന്ന് പറയാൻ ഞാൻ കുത്തിയിരുന്ന് കാണും. ഇപ്പോഴൊക്കെ ഈ പറഞ്ഞതിന്റെ തൊട്ട് തിയേറ്ററിൽ പോകുന്നതൊക്കെ വലിയ പാടാ, ഭയങ്കര തള്ളു ഇടി. അപ്പൊ എനിക്ക് കഴിയുന്നത് ഞാൻ ഇതൊക്കെ TV-യിലാണ് കാണുന്നത്. എന്നാലും അതൊക്കെ നമ്മൾ തിയേറ്ററിൽ കൊള്ളാം. രണ്ടാം ദിവസം പോകും ഞാൻ. ആദ്യത്തെ ദിവസം ഫാൻസിന്റെ ബഹളങ്ങളായിരിക്കും, സെക്കൻഡ് ഡേ പോയി കാണും. ഫാൻസിന്റെ ബഹളമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പോയി കാണും. Thank you. Even same here, Auntie. So nice to talk to you after such a long time. എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. And I can never forget your voice. കേട്ടോ, ഞാൻ എപ്പോ എവിടെ കേട്ടാലും I'll remember that. Thank you so much. ഓപ്പൺ ആയിട്ടൊക്കെ പറയാറുള്ളൂ. അടുത്തറിയാവുന്നവരൊക്കെ മാറി അറിയാമല്ലോ. ഈ സിനിമയും രാഷ്ട്രീയവും ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചു പോകുന്നതാണ് നല്ലത്. ഞങ്ങളൊക്കെ അതൊക്കെ ആന്റിക്ക് ഇത്രയും പ്രായമായുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെ അതൊക്കെ ആൾക്കാരൊക്കെ വിനോദമായിട്ട് കൊണ്ട് നടക്കുന്നു. ഞങ്ങളൊക്കെ അന്നതൊരു തൊഴിലായിട്ട് കൊണ്ട് നടന്നു. അത്രയുള്ള അതിന്റെ വ്യത്യാസം. It was nice talking to you. Thank you so much. തീർച്ചയായിട്ടും ഈ ഷോ കഴിഞ്ഞ പാടെ തന്നെ ഞാൻ വിളിച്ചോളാം ആന്റി. Thank you so much love. Bye. അപ്പൊ സന്തോഷായില്ലേ? നമ്മള് മല്ലികാവിനെ വിളിച്ച് കണക്ട് ചെയ്തു. ഫോൺ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് അപ്പൂസേ. ഐ ആം എൻജോയിങ് ദ പിസ്സ ബെറ്റർ നൗ. അല്ലെങ്കിൽ ടെസ് അപ്പൂസിനിട്ട് കൊടുക്കുന്നറിയാം 8ന്റെ പണി. അതിനാണ് അപ്പൂസ് ഇപ്പൊ ഇത് ഇങ്ങനെ സെറ്റാക്കി ഫ്ലാറ്റ് ആക്കിയില്ലേ ഇപ്പൊ ടെസ്. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ള അറിയാമായിരുന്നു. ഇത് അതെനിക്കറിയില്ല. അപ്പൂസിന്റെ സ്വഭാവം ആയതുകൊണ്ട് അപ്പൂസ് ഇല്ല ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഐ വാസ് സോ ഹാപ്പി. കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മല്ലികാന്റിയാണ് ആദ്യം എനിക്ക് കോൾ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു കോൾ? ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ.
പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ട് എന്നെ വിളിച്ച് ഇത് ചെയ്യണം, എൻ്റെ മോനാണ് അതിനകത്തൊരു ഒരു കഥാപാത്രം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതിനോട് ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നമ്മൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് വന്നത് ശരിക്കും മല്ലികാൻ്റെ ഒക്കെ വിളിക്കുമ്പോഴാണ്. അപ്പൊ അന്ന് സെറ്റിൽ വല്ലതും വെച്ച് മല്ലികാമ്മ വരുവോ, നിങ്ങൾ കാണുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സെറ്റിൽ വെച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, മല്ലികാന്റീനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ആങ്കർ ആയിരുന്ന സമയത്ത്. ഹലോ ഗുഡ് ഈവനിംഗിലോ? ഹലോ ഗുഡ് ഈവനിങ് ആണോ, വേറെ ഏതെങ്കിലും വേറെ ഷോയിൽ, ഏതോ ഷോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അതെല്ലാം ടച്ചൊക്കെ പോയി. അങ്ങനെ സ്റ്റോപ്പ് ദിസ് ന്യൂസ്, അതാണ് സെഗ്മെന്റ്. സ്റ്റോപ്പ് ദിസ് ന്യൂസോ? യെസ്. എന്തോ എവിടുന്നൊക്കെയോ ഇപ്പൊ കേൾക്കുന്ന കുറെ ന്യൂസ് ആണ്, ടെസ്സിനെ പറ്റിയുള്ള കുറെ ന്യൂസുകളൊക്കെയാണ് ഇപ്പൊ ഇവിടെ അപ്പൂസ് എല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഞാൻ കേൾക്കാത്ത ന്യൂസ്. യെസ്, ഇതൊക്കെ അപ്പൂസ് കേൾക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അപ്പൂസ് എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. എവിടെയൊക്കെ നാട്ടുകാർ പറയാത്ത ന്യൂസും കേൾക്കാത്ത ഇതൊക്കെ അപ്പൂസ് നമ്മളെ കേൾപ്പിച്ചു തരും. അപ്പോ ഈ ന്യൂസ് ഇങ്ങനെ ടെസ്സിനെ കുറിച്ച് പലരും പലയിടത്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇന്നത്തോടെ നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ദിസ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്: പട്ടാളത്തിന് ശേഷം ലാലേട്ടന്റെ നായികയെ വിളിച്ചെങ്കിലും അഭിനയിക്കാൻ വിസമ്മതിച്ച് ടെസ്സ ജോസഫ്. പട്ടാളത്തിന് ശേഷമോ? പട്ടാളത്തിന് ശേഷം ലാലേട്ടന്റെ നായികയായിട്ട് വിളിച്ചിട്ട് നീ അഭിനയിക്കാൻ പോയിട്ടില്ല. എനിക്ക് ലാലുവേട്ടൻ വേറൊരു മൂവിയെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് അത് ഞാനത് പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കൊരു ഭയമായിരുന്നു മൂവി ഇൻഡസ്ട്രിയിൽ. അല്ല, ഫുള്ളായിട്ട് പോകുന്നല്ല, കല്യാണം നടക്കുമെന്നൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് പേടി. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഇത്രയും ഇയേഴ്സ് ബാക്ക് ഒക്കെ ടിപ്പിക്കൽ ഒരു അമ്മ വിചാരിക്കുന്ന കാരണം അമ്മയ്ക്ക് നേരത്തെ കെട്ടിച്ചു വിടണം, സുഖമായിട്ട് അവൾ ഇരിക്കണം, അങ്ങനെയുള്ള. അപ്പൊ ഇങ്ങനെ സാധാരണ നമ്മുടെ ഈ മൂവി ഇൻഡസ്ട്രി എന്നൊക്കെയുള്ള ഹീറോയിൻസ് എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ജാടയായിരിക്കും, നമുക്കൊരു ഫാമിലി നടത്തിക്കൊണ്ടു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ഡിവോഴ്സ് ആവുമായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള തോട്ട് വന്നിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ അതാണല്ലോ ആൾക്കാർ വിചാരിക്കുന്നത്. സോറി. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പിന്നീടൊരു മൂവി ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ അതാണ് ലാലുവേട്ടൻ മാത്രമല്ല, വേറെ കുറെ ഓഫേഴ്സ് വന്നു. കാരണം അല്ലെങ്കിലും ലാൽ ജോസ് എന്ന ഒരു സംവിധായകൻ കണ്ടെത്തിയ ഹീറോയിൻസ് ആരെങ്കിലും പിന്നീട് മൂവി ഇല്ലാണ്ട് ഇരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ലാലുവേട്ടന്റെ ഒരു എന്താ പറയുന്നത്, ചില ആൾക്കാർക്കുള്ള ഒരു ഭാഗ്യം ഉണ്ടല്ലോ. അദ്ദേഹം കൊണ്ടുവരുന്ന നായികമാര് എല്ലാം കയറി പോകും. പക്ഷെ എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞാന്നുള്ളൂ. അപ്പൊ ടെസ്സിക്ക് അമ്മേനെ കൺവിൻസ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല? നമുക്ക് എത്ര പേർക്ക് നമ്മുടെ അമ്മമാരെയൊക്കെ അവർ പിടിച്ചാൽ. പക്ഷെ ടെസ്സിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഐ വാസ് നെവർ എ റിബൽ കിഡ്. ഞാനിങ്ങനെ എനിക്ക് പോയേ പറ്റൂ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നുമില്ല. കാരണം അന്നത്തെ കാലം നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന രീതി അങ്ങനെയാണ്. അത് പേരൻസ് പറയുന്നതെല്ലാം കേൾക്കുക, അവർക്കാണ് എല്ലാം നമ്മളെക്കാളും അറിയാവുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അപ്പൊ അവര് പറയുന്ന പോലെ കേൾക്കുക. അങ്ങനെ ഒരു ഫാക്ടർ ആയത് കാരണം പട്ടാളം ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്നും പറഞ്ഞിട്ടാണ്. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് നീ ചെയ്തോ. ഓക്കെ, അങ്ങനെ ഒരു ഇത് അമ്മ ക്ലോസ്. ഹസ്ബൻഡ് സമ്മതത്തോടു കൂടി ചെയ്തോളൂ. ഹസ്ബൻഡ് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തന്നെ, ഞാൻ ഇപ്പോഴും ഇതൊന്നും ചെയ്യാണ്ടിരിക്കുന്നു. പക്ഷെ എനിവേ അമ്മയ്ക്ക് അമ്മയുടെ ഭാഗത്തെ ന്യായം. കാരണം അതെ, മനസ്സിലാക്കാവുന്നുള്ളൂ. ശരിക്കും നമ്മൾ ഒരു പ്രോപ്പർ ഒരു ടിപ്പിക്കൽ ഒരു അമ്മയ്ക്കുള്ള ആ ഒരു പ്രത്യേകിച്ചും അന്ധകാലത്ത്. അല്ല, ഈ ഒരു സമയത്ത് പിള്ളേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അത് ആരും വിചാരിച്ചിട്ട് ജഡ്ജ് ചെയ്യരുത്. കാരണം ആ സമയത്ത് അങ്ങനെയാണ്. കാരണം വെച്ചാൽ എന്തൊക്കെ ഒരു ഫാമിലിയിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നന്നായിട്ട് നിർവഹിക്കുന്ന ഒരു അമ്മയായിട്ട് വേണം നീ പോവാൻ എന്നുള്ളതാണായിരുന്നു അമ്മയുടെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നാളെ മുതൽ ഓൺലൈനിൽ വരാൻ പോകുന്ന ഇപ്പൊ ഇത് പറഞ്ഞ് എന്താ വരാൻ പാടാന്നറിയോ? ലാലിന്റെ സിനിമയിൽ നായിക വേഷം നിരസിച്ചു ടെസ്സ എന്നും പറഞ്ഞോണ്ടായിരിക്കും. ഇതിപ്പോ ആൾക്കാർക്ക് ആരും തലയിലൊന്നും കാണത്തില്ല. ഇപ്പൊ രമ്യയായിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കാണ്. ആരും അങ്ങനെ പറയത്തില്ല. കാരണം മീഡിയക്കാരൊക്കെ എല്ലാരും ലൈക്ക് മീ, എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്. ആരും ഇതുവരെ എന്നെ പറ്റി നെഗറ്റീവ് ഒന്നും എഴുതല്ലേ. ഇപ്പോഴത്തെ ചില എവറി പബ്ലിസിറ്റി ഈസ് എ ഗുഡ് പബ്ലിസിറ്റി. അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഇത് കുറെ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലൊക്കെ ഇരുന്ന് കാണും. അവരിപ്പോഴും ചില സമയത്ത് ടിപ്പിക്കൽ രീതിയിൽ അപ്പൊ എന്നാലും ഇന്നക്ക് പറ്റി ഇങ്ങനെ എഴുത അങ്ങനെ ഒരു തോട്ട് ആർക്കും വരരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ആരും മനസ്സ് വിഷമിപ്പിക്കരുത് ഞാൻ കാരണം. അപ്പൂസേ,
നാളെ ഓൺലൈൻ ചാനലിന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ടെസ്റ്റ് അപ്പൂസിന് ഇന്റർവ്യൂ തരില്ല, അത് ഓർത്തോണം. ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബിഗ് ബോസിനെ പോലെ ഒളിഞ്ഞിരിക്കും, ശബ്ദം മാത്രം ബിഗ് ബോസ് കൊടുക്കൂലേ. ലോകം മുഴുവൻ എല്ലാവരും ഇപ്പൊ സീസൺ 7 ആയിട്ടും ശബ്ദം ഇനി ആരുടെ ശബ്ദം നോക്കിയിരിക്കും. അതുപോലെയാണ് മൈൽ സ്റ്റോണിന്റെ ആൾക്കാർ. അപ്പൂസ് എപ്പോഴും ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കും, പണി തന്നിട്ട് പുള്ളി പോകും. ആ എല്ലാവർക്കും 8ന്റെ പണി. അവിടെ ലാലേട്ടൻ ഈ പ്രാവശ്യം 7ന്റെ പണിയാണ്. ഇവിടെ അപ്പൂസ് എപ്പോഴും 8ന്റെ പണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സിനിമാ നടിമാരുടെ കല്യാണം താളപ്പിഴകൾ നിറഞ്ഞതായിരിക്കുമെന്ന് നടി ടെസ ജോസഫ്. അത് ഞാൻ എപ്പോഴാ പറഞ്ഞു? അത് അപ്പൂസ് എഴുതി ഉണ്ടാക്കിയായിരിക്കും. ഒരിക്കലും ഇല്ല. സിനിമാ നടികളുടെ എങ്ങനെ താളപ്പിഴകൾ എന്ന് പറയുന്നത്? സിനിമാ നടിമാരുടെ കല്യാണം താളപ്പിഴകൾ നിറഞ്ഞതാണെന്ന്. അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അത് അപ്പൂസായിരിക്കും. ഇത് ഓൺലൈൻ ചാനലിൽ വന്ന വാർത്തയാണ്. ഏത് ഓൺലൈൻ ചാനലിൽ വന്ന് എനിക്കറിയാം. അപ്പൂസ പറയൂ, ഏത് ഓൺലൈൻ ചാനൽ? ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ഓൺലൈൻ ചാനൽ. ഇല്ലല്ല, ഏതോ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരിക്കലില്ല. അപ്പൊ ഒരിക്കലും ഇല്ല കേട്ടോ. അത് എല്ലാവരുടെയും ലൈഫിൽ ഇഷ്യൂസ് വരാം. ഇപ്പം നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒരു ഫാമിലി ലൈഫിൽ വരുമ്പോ നമ്മള് നോർമലായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ന്യൂസിലും തന്നെയൊക്കെ കാണുന്നതാണ്. കുറെ ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ ഈയിടെ കുറെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ ഈ ഫിലിം സ്റ്റാർസിന്റെ ലൈഫിൽ നടക്കുന്നത് ഭയങ്കര ഇത് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ കല്യാണങ്ങളാണ് ആഘോഷിക്കപ്പെടുന്നത്, മീഡിയ കവർ ചെയ്യുന്നത്, ആൾക്കാർക്ക് കാണാൻ ആഗ്രഹമുള്ളത്. അപ്പൊ അവരുടെ ലൈഫിൽ എപ്പോഴും കണ്ണുകൾ കാണും എന്താണ് ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോ ഇതൊരു വലിയ വാർത്തയാവുന്നതാണ്. അത് എല്ലാവരുടെയും ലൈഫ് അങ്ങനെ താളപ്പഴം നിറഞ്ഞൊന്നും അല്ല. അതായത് രണ്ടാൾക്കാർക്ക് യോജിക്കാൻ പറ്റാത്തവരുടെ, അതിപ്പം ഫിലിം ഒന്നുമില്ല, അത് ഏത് ഇൻഡസ്ട്രിയിലോ ആണെങ്കിലും ഏത് എല്ലാണെങ്കിലും ഉള്ളതാണ്. സെലിബ്രിറ്റീസിന്റെ ആകുമ്പോൾ ആൾക്കാർക്ക് അത് പറഞ്ഞ് നടക്കാൻ ഭയങ്കര ഒരു സുഖം. അപ്പൊ എന്താണെന്നൊന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇത് അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം ടെസയുടെ ലൈഫിൽ തന്നെയാണെങ്കിലും അനിലിന്റെ അടുത്ത് ടെസ ആദ്യമേ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അനിൽ എന്നെ കാണാൻ വന്ന സമയത്ത് നമ്മള് അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളുടെ. അപ്പോൾ കാണാൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, പുള്ളി ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ അവർക്ക് ഈ ടിപ്പിക്കൽ, പിന്നെ പേരൻസ് ആണെങ്കിലും കുറെ വർഷങ്ങൾ മുമ്പേ ഡൽഹി സെറ്റിൽ ആയവരാണ്. അപ്പൊ അത് കാരണം അവർക്ക് ആ ടിപ്പിക്കൽ നാട്ടിലെ രീതിയിലുള്ള തിങ്കിങ് പാറ്റേൺ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിൽ എന്നെ വന്ന് കണ്ടപ്പോഴേ എന്നോട് ചോദിച്ചു, വൈ ഡിഡ്ന്റ് യു ഡു മോർ മൂവീസ്? ഇതുപോലെ ഒരു നല്ല സിനിമ ചെയ്തിട്ട് എന്തുകൊണ്ട് വേറെ സിനിമ ചെയ്തില്ല ചോദിച്ചു. പട്ടാളം കണ്ടിരുന്നോ? പട്ടാളം ആ സമയത്ത് എനിക്ക് തോന്നില്ല, കണ്ടിരുന്നെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ എന്നെ ഒരു ഇന്റർവ്യൂവിൽ കൂടെയാണ് ആദ്യമായിട്ട് എന്നെ കാണുന്നത്. ഞാൻ ചെയ്ത ഒരു ഇന്റർവ്യൂ കാണുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണുന്ന ആ ഇന്റർവ്യൂ കൂടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു കണ്ടിരുന്നു എന്ന് തോന്നുന്നു. അതായത് ആക്ച്വലി കണ്ടിരുന്നു. എന്റെ പ്രപ്പോസൽ വന്നപ്പോ ഈ മൂവി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടു. അപ്പൊ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് വേറൊരു മൂവി ചെയ്തില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുക്കം മതി. കാരണം അപ്പൊ വേറെ ആരെ ആലോചിക്കണ്ട, ഇത് മതി. കാരണം എനിക്ക് 3 or 4 കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ലൈഫ് പാർട്ട്ണർ വേണം. ഒന്ന്, കുറെ പിള്ളേരുള്ള ഒരു വീട്ടിൽ നിന്നായിരിക്കണം. അതായത് ഒറ്റ മക്കളായിട്ട് വളരുന്ന ഒരാളാവരുത്. അത് ഇപ്പോഴത്തെ കാലത്ത് അത് പ്രശ്നമില്ല. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റ മക്കളായിട്ട് വളരുന്നത് നമുക്കൊരു സിബ്ലിങ്സ് വേണമല്ലോ. അതുകൊണ്ട് ടെസയ്ക്ക് അങ്ങനെ ടെസയുടെ തന്നെ 2 ബ്രദേഴ്സാ, 3 പേരായിട്ടാണ് വളർന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇത് വേണം. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാനും പുള്ളി മാത്രമേ ഉള്ളൂ, നമുക്കൊരു വേറെ എക്സ്റ്റൻഡഡ് ഫാമിലി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. പിന്നെ പൊക്കമുള്ള ചെറുക്കൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ പറ്റുവാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ചെറുക്കൻ വേണമെന്ന് പറഞ്ഞു. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെല്ലാം എനിക്ക് കിട്ടുകയും ചെയ്തു. ഇവര് 4 പേരാണ്. അനിലും 3 സിസ്റ്റേഴ്സുമാണ്. അനിലിന് 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്. അനിൽ ഡൽഹിയിലാ വളർന്നതും പഠിച്ചതും ഒക്കെ. അപ്പൊ അതെല്ലാം എനിക്ക് കിട്ടി. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു അതെല്ലാം ഞാൻ നിന്നെ ഒരുക്കിയത് കൊണ്ട് അങ്ങനെയാണ് അതൊക്കെയാണ് അമ്മ പറയുന്നത്. അല്ല, കുറെയൊക്കെ ക്രെഡിറ്റ് എനിക്ക് അമ്മയ്ക്ക് കൊടുക്കുക. കാരണം അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു പെൺമക്കളുള്ള എനിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പൊ പെൺമക്കളുള്ള പേരൻസ് എങ്ങനെ തിങ്ക് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ കുറെയൊക്കെ മാറിക്കാണും. പക്ഷെ അന്നൊക്കെ എങ്ങനെയാ തിങ്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. അവരെ എങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കാന്ന് മാത്രമല്ലേ പേരൻസ് നോക്കുള്ളൂ. അപ്പം ഇൻ എ വേ അപ്പൊ അമ്മ ഈസ് ഹാപ്പി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അമ്മ ഈസ് വെരി ഹാപ്പി. അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ ചെന്ന് ഇങ്ങനെ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും ഈ ഇന്റർവ്യൂവിൽ നീ എന്നെ പറ്റി പറഞ്ഞല്ലേ, ഇത് കേൾക്കുമ്പോ പറയും ഇതിലും നീ അമ്മ വിട്ടില്ലെന്ന് പറഞ്ഞല്ലേ. പിന്നെ ഞാൻ എന്ത് പറയും? അപ്പം പറയും എന്റെ പേര് പറയരുത്, ഞാൻ സപ്പോർട്ടായിരുന്നു. അച്ഛന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? അച്ഛനാണെങ്കിൽ നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും. പുള്ളി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ അഭിനയിക്കുന്നതും. അമ്മയ്ക്കും ഇഷ്ടമില്ലായ്മയല്ല. അമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു അവർ കോളേജ് ഡ്രാമയിലൊക്കെ. അമ്മ അത് കഴിഞ്ഞിട്ട് ജിസ്റ്റോയുടെ മൂവിയിൽ അപ്പനും അഭിനയിച്ചു, അമ്മയും അഭിനയിച്ചു. ചെറിയ ചെറിയ റോളുകളൊക്കെ അമ്മ അവര് ചെയ്തു. ബൈസിക്കിൾ തീവ്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഹൻകുമാർ ഫാൻസ് ചെയ്തു.
ചെറിയ ചെറിയ റോൾസ് അവർ കൊള്ളാലോ. അതെ അതെ അമ്മയ്ക്ക് അപ്പൊ അന്നായിരുന്നു ഒരു ഇല്ല അത് അമ്മയ്ക്ക് അതുകൊണ്ട് മൂവീസിൽ ഇപ്പൊ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും എല്ലാം എല്ലാവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിപ്പോ ഓരോ മൂവീസ് പ്രോജക്ട്സ് വരുമ്പോൾ പിന്നെ ആരെങ്കിലും ഒക്കെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് വിളിച്ചു, ചില സമയത്ത് വീട്ടിലെ നമ്പറിലേക്കായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അച്ഛനായിരിക്കും, അച്ഛൻ എന്ന് പറഞ്ഞാൽ അപ്പനാണ്, അപ്പൊ അച്ഛനായിരിക്കും കോള് വരുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ അമ്മ ചോദിക്കും അവര് പിന്നെ വല്ലതും വിളിച്ചോ വല്ലതും പറഞ്ഞു. അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഇഷ്ടമില്ലാത്ത മൂവി ഇഷ്ടമില്ലാത്തോണ്ടല്ല, ആ ഭയം കൊണ്ട് മാത്രമാണ്. അപ്പം ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ആശാത്തി. എന്റെ എന്ത് വന്നാലും എല്ലാവർക്കും ഞാൻ ഫോർവേഡ് ചെയ്തതിനെക്കാട്ടിലും ചെയ്തോണ്ടിരിക്കുന്നത്. കൂൾ, നൈസ്. അപ്പൊ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഇത് ആദ്യമായിട്ട് വന്ന് കണ്ട പെണ്ണ് കാണൽ അനിൽ തന്നെയായിരുന്നു? അതെ അതെ, അനിൽ വേറെ ആരെയും കണ്ടിട്ടില്ല, ഞാനും വേറെ ആരെയും കണ്ടിട്ടില്ല. ഫസ്റ്റ് തന്നെയായിരുന്നു. ഓ, അത് ശരിക്കും ഭയങ്കര ടച്ച്. ആ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരാളെ തന്നെ ഫസ്റ്റ് തന്നെ കിട്ടി. അപ്പൊ അനിൽ സപ്പോർട്ടീവ് ആണ്. അപ്പൊ അനിൽ അങ്ങനെ അതുകൊണ്ടാണ് പിന്നീട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അടുത്തത് എന്റെ വീട്ടുകാരുടെ ഫോട്ടോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ല. നടി ടെസ ജോസഫ്. ഇല്ല, ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫോട്ടോ എല്ലാം കാണും. അപ്പൊ അത് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തോണ്ട് എന്നോട് പലരും പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, മാം നിങ്ങളും ബാക്കിയുള്ളവരെ പോലെ ഡിവോഴ്സ്ഡ് ആണോ എന്ന്. കാരണം ഒറ്റ ഫോട്ടോ ഇല്ല. നാച്ചുറലി ആരും ചോദിക്കുമല്ലോ അങ്ങനെ. ആദ്യമേ ചില ആൾക്കാരൊക്കെ ആദ്യമേ കുറെ ഫോട്ടോസ് ഒക്കെ ഡിവോഴ്സ്ഡ് ആകുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റൂല്ലോ. അപ്പൊ ഞാൻ പക്ഷെ ആദ്യം തൊട്ടേ ഇടുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയം, കല്യാണം കഴിഞ്ഞാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ടെസയുടെ കൂടെ ഒരു ജോസഫും കേറിയിട്ടുണ്ട്. പക്ഷെ അനിൽ ജോസഫ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ കേറിയിട്ടുണ്ട്, പക്ഷെ ആൾക്കാരുടെ ഫോട്ടോ ഒന്നും കാണുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, അനിലും പിള്ളേരും വളരെ പ്രൈവറ്റ് പീപ്പിൾ ആണ്. അവരിപ്പം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്താലും ആ ഫോട്ടോസ് ഒന്നും ഇതിൽ പോസ്റ്റ് ചെയ്യാറില്ല. അത് ചെയ്താൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇപ്പം ഞാൻ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, അതൊന്നും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ മാത്രമല്ല, ഈ ആൾക്കാർ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുമല്ലോ, മിക്കവാറും നല്ല കമന്റ്സ് ഒക്കെയാണ്. എനിക്ക് ആരും അങ്ങനെ മോശം കമന്റ്സ് ഒന്നും ഇടാറില്ല. പക്ഷെ എന്നാലും പിള്ളേരെ കുറിച്ചോ ഹസ്ബൻഡിനെ കുറിച്ചോ വല്ല മോശം കമന്റ് ഇടുമ്പം എന്നെ കുറിച്ച് കമന്റ് ഇടുന്നതിനെക്കാട്ടിലും എനിക്ക് വിഷമം വരും. തീർച്ചയായിട്ടും. അപ്പം അതെനിക്ക് കാണാനുള്ള ഒരു ഇതില്ല. പിന്നെ ഇത് കേട്ടിട്ട് വെറുതെ കുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് ഇടരുത് ചെയ്ത്. അപ്പം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മാഗസീൻസിലൊക്കെ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കും ഫാമിലി ഫോട്ടോ ചോദിക്കും, വനിതയിൽ അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കും. അത് ഓൺലൈനിൽ കാണും. അപ്പൊ എന്റെ ഇളയ മോന് ഭയങ്കര ത്രില്ല. അമ്മ ഒരു പ്രാവശ്യം ഓടി വന്നിട്ട് എന്നോട്, അമ്മ ഐ സെർച്ച്ഡ് ഓൺ ഗൂഗിൾ ആൻഡ് വി ആർ ഓൾ ദേർ. അവൻ പറയുന്നത് ഗൂഗിളിൽ നമ്മളുണ്ട്. ഞാൻ ആക്ടർ ടെസ ജോസഫ് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് നമ്മുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. ഞാൻ എൻ്റെ ടീച്ചറിനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ 1-2 ഫോട്ടോസ് അപ്പം ഓൺലൈൻ ഇതിൽ വന്നത്. അപ്പൊ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നതും അവന്റെ ഫോട്ടോ. അപ്പം അവൻ യൂഷ്വലി ഫോട്ടോയ്ക്ക് വേണ്ടിയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പോക്കറി കാണിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയും ഓൺലൈനിൽ വരാനുള്ളതെന്ന് പറയുമ്പോൾ അവന് ഇഷ്ടമാണ്. ഞാൻ പൊതുവെ ഇടാറില്ല. അത് ഡിവോഴ്സ്ഡ് ആയോണ്ടല്ല, വെരി മച്ച് അനിൽ ആൻഡ് കിഡ്സ്. അതെ, അതാണ് ഇതെല്ലാം സ്റ്റോപ്പ് ദിസ് ന്യൂസ് എന്നല്ലേ. അപ്പൊ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എല്ലാം ഇതിന് ക്ലാരിറ്റി ഇവിടെ ടെസ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. സീരിയൽ നടിമാർ സിനിമാ നടിമാരുടെ അത്രയും പോരാ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വേറെ എന്തോ ആണ് ടെസ പറഞ്ഞത്രേ. പക്ഷെ ന്യൂസ് വന്നപ്പം ഇങ്ങനെയാണ് വന്നതെന്ന്. സീരിയൽ നടിമാർ സിനിമാ നടിമാരുടെ അത്രയും പോരാ. എന്താണെന്നറിയോ, അതെന്ത് പറഞ്ഞപ്പോഴും യൂഷ്വലി എനിക്കറിയില്ല അത് ഇത് എപ്പോഴും എവിടെ വന്നേന്നോലും എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അധികം പോയി ഓൺലൈൻ ചെക്ക് ചെയ്യാത്തോണ്ടായിരിക്കും. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ എനിക്കൊന്ന് ഓരോന്നോരോ അയച്ചു തരുമേ, എന്നാലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ. പലതും മിസ്സാവുന്നു. സീരിയസ് ആണെന്ന്, സീരിയസ് ആയിട്ട് വന്നത് തന്നെയാണെന്ന്. ആണോ? സീരിയസ് ആയിട്ട് വന്നത് തന്നെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത് എന്താണ് ഒന്നുകൂടെ വായിച്ചത്? സീരിയൽ നടിമാർ സിനിമാ നടിമാരുടെ അത്രയും പോരാ. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാവുക. അത് വെച്ചിട്ട് ഇവര് ഈ ട്രോളുകാര് എന്താണെന്നറിയോ, ഒരു ഈ യൂഷ്വലി ഞാൻ സീരിയലും ചെയ്തിട്ടുണ്ട്. അപ്പൊ സീരിയലിൽ എപ്പോഴും എക്സ്പ്രഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരോട് അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടാവും. അല്ലാതെ അവർക്ക് പല റേഞ്ചിൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ അറിയാം സീരിയൽ ആക്ടേഴ്സിനും. പക്ഷെ അവരോട് അത് ഡിമാൻഡ് ചെയ്യുന്നോണ്ടാണ് അവരങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ മുഴുകിയൊക്കെ കാണിക്കുന്നത്. നമുക്ക് ഡ്രസ്സിംഗ് തന്നെ കാണുമ്പോൾ നമുക്കറിയാലോ. അത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ചിലർ ഡ്രസ്സിങ് കാണാൻ വേണ്ടി തന്നെ അത് ഇരിക്കുന്നുണ്ട് ഡ്രസ്സസ്. അപ്പൊ ഞാൻ എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് കൂടുതലും സൽവാർ കമ്മീസായിരുന്നു, കുർത്താസ് ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്കിത് എവിടുന്ന, ഇത് ഏത് പാറ്റേൺ, ആരാ ചെയ്തെന്ന്, എവിടുന്നാ വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്നോട് ആളുകൾ ഇങ്ങനെ ചെയ്ത് ചോദിക്കുമായിരുന്നു. അപ്പൊ ഡ്രസ്സസ് നോക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരോട് ഡിമാൻഡ് ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് അല്ലാതെ ഓൾ ആർ ആക്ടേഴ്സ്. സിനിമ ആണെങ്കിലും സീരിയൽ ആണെങ്കിലും എല്ലാവരും ആക്ടേഴ്സ് തന്നെയാണ്. സീരിയലിലുള്ളവരും സിനിമയിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്, സിനിമയിലുള്ളവർ സീരിയലിലും പോയി ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അവിടെ സിനിമയിൽ ആക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ റേഞ്ച് കൂട്ടിയിട്ട് എക്സ്പ്രഷൻസ് കൂട്ടിയിട്ടായിരിക്കും സീരിയലിൽ ചെയ്യുന്നത്. അവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കത് എങ്ങനെ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആക്ടിങ് എല്ലാം ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ അത് പിന്നെ ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ അതിന്റെ റേഞ്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. അടുത്തത്, സിനിമയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടി ടെസ ജോസഫ്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നത്? എനിക്ക് അറിഞ്ഞൂടാ, അപ്പോ ചോദിക്കണേ. എന്ത് ദുരനുഭവം? സിനിമയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് ഉദ്ദേശിച്ചിട്ടാണാവോ? ദുരനുഭവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ദുരനുഭവം എന്ന് പറഞ്ഞാൽ ചീത്തയായിട്ടുള്ള എക്സ്പീരിയൻസസ്. അല്ല, അത് ചീത്തയായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പടം 6-7 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് അങ്ങനെ ഒരു ഈ 6-7 സിനിമയിൽ എപ്പോഴെങ്കിലും നിനക്ക് വല്ല മുറിയോ കൈ മുറിയോ കാല് മുറിയോ ആക്സിഡന്റ് വരുമോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവര് ക്യാപ്ഷൻ ആയിട്ട് ഇടുമ്പോ തമ്മിൽ പറയുമ്പോ ഇങ്ങനത്തെ നെഗറ്റീവുള്ള അർത്ഥം ഇടും. അപ്പൊ പെട്ടെന്ന് പിന്നെ ഇന്റർവ്യൂ കണ്ടു നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇതുവല്ലതായിരിക്കും, വല്ല പനി വന്നിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും ചിലപ്പോ. പട്ടാളത്തിന്റെ സമയത്ത് ഒരു സ്കിന്നിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, പനി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലാതെ അതൊരു ദുരനുഭവമല്ല. അതായത് ചില എല്ലാ ആക്ടേഴ്സിനും ഒക്കെ വരുന്നതാണ്, ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് അലർജി ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ കുട പിടിക്കുമല്ലോ. അപ്പൊ കുട പിടിക്കുമ്പോൾ എനിക്കൊരു ചമ്മല ആദ്യമായിട്ട്. കുടയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഒരാൾ കുട പിടിക്കുന്നു, അല്ല നമ്മൾ കുട പിടിച്ചോണ്ട് നടക്കുന്നു, ചമ്മല എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ കുടയൊന്നും പിടിക്കാതെ പാലക്കാട് അവിടെയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ കൂടെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തോട് നടന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്ത് റിയാക്ഷൻസ് വരാൻ തുടങ്ങി. അങ്ങനെ അവസാനം എനിക്ക് വാ പോലും പൊളിക്കാൻ പറ്റാതായി. കാരണം വെച്ചാൽ ഇത്രയും ലൈൻസ്, കാരണം അങ്ങ് ടൈറ്റ് ആയി സ്കിൻ അങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വിണ്ട് കീറാൻ തുടങ്ങി. നമ്മുടെ ഈ ലിപ്പൊക്കെ ഇങ്ങനെ വിണ്ട് കീറില്ലേ, അതുപോലെ ഫേസിൽ മൊത്തം വിണ്ട് കീറിയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. അങ്ങനെ ആയി. അപ്പോൾ വേറെ രക്ഷയില്ലാതെ മേക്കപ്പിന്റെ പുറത്ത് അതിന്റെ വൂണ്ടിന്റെ പുറത്ത് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവസാനം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നീറാൻ തുടങ്ങി, വാ പൊളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ക്യാമറയിൽ അതൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ശരിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു 4-5 ഡേയ്സ് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് കൊച്ചിയിലേക്ക് വന്നിട്ട് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അപ്പോൾ അവർ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമും ഒക്കെ തന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നത് കേട്ടോ. അതുവരെ മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കാരണം ഒന്നും അങ്ങനെ അറിയില്ല. അപ്പം എന്താ ചെയ്യണത്? അന്ന് എന്നാ കുറച്ച് പൗഡർ ഇടും, ലിപ്സ്റ്റിക് ഇടും, അതാണല്ലോ. പിന്നെ നമ്മൾ ഈ ചാനൽസിലൊക്കെ പോകുമ്പോൾ അവരുടെ കുറെ കേക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷെ അത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറില്ലല്ലോ. ബിഗ് ബോസിൽ ഇത്തവണ നടി ടെസ ജോസഫ് പോണ്ടോ? ചുമ്മാ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴോ? ഈ സീസൺ 7 എനിക്ക് 2 പ്രാവശ്യം എനിക്ക് കോൾ വന്നിരിക്കുന്നു. ഒന്ന് അവരുടെ ടീം തന്നെ വിളിച്ചു, പിന്നെ ഒന്ന് ഇതിന്റെ മെമ്പേഴ്സ്. അതിൽ നേരത്തെയാണോ? ഈ സീസണിൽ താല്പര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഈ സീസണല്ല, കഴിഞ്ഞ സീസൺ. പക്ഷെ ഞാൻ പൊതുവെ എനിക്ക് ഇങ്ങനെ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനത്തെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഭയങ്കര, ഇപ്പം കയറി വന്നപ്പോൾ തന്നെ ഞാൻ പറയില്ല, അങ്ങനെ അഭിനയിക്കാൻ പറയുമ്പോൾ തന്നെ നമുക്ക് പാടാണ്. എനിക്ക് അത്ര ഒരു മനക്കെട്ടിയുള്ള ഒരാളൊന്നും അല്ല. ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കുറെ നമുക്ക് വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ നമ്മുടെ അവിടെ ജയിക്കാൻ വേണ്ടി എടുക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് എത്ര ഇതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. സോ പ്രിഫർ. പിന്നെ മാത്രമല്ല, ഒരു വീടിനകത്ത് കുറെ ദിവസം ഇപ്പൊ ഒരാഴ്ച ആണെങ്കിൽ പോലും നമുക്ക് വിതൗട്ട് കോണ്ടാക്ടിങ് ഫാമിലി ഒന്നും എന്താണെന്നറിയാതെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ, അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തായാലും അതിലേക്ക് പോവില്ല. കാണാറുണ്ടോ? ഷോ കാണാറുണ്ടോ? മൊത്തം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാറില്ല, പക്ഷെ എങ്കിലും ഇടയ്ക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിലെന്തായാലും ഇനി ഇല്ല. ഓക്കെ. അവസരങ്ങൾ ചോദിച്ചു പോകില്ല നടി ടെസ ജോസഫ്. ചോദിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രമ്യ. എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരാളെ വിളിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ പിന്നെയും എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാനിങ്ങനെ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, ഞാൻ ഐ എം അവൈലബിൾ, ഒന്ന് എന്തെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ ഒന്ന് പറയണം, ഞാനിവിടെ ഉണ്ട്, നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ വന്ന് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത്. അങ്ങനെ ഇപ്പൊ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട്. അല്ലാതെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പരിചയമില്ലാത്ത ഡയറക്ടേഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ഡയറക്ടറെ പരിചയമുണ്ട്, പുള്ളിയോട് വേറൊരാളുടെ അപ്പോയിന്റ്മെന്റ് മേടിക്കുക, അതൊന്നും എനിക്ക് പറ്റത്തില്ല. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് എങ്ങനെയാണ് അവരോട്, എനിക്ക് അതൊക്കെ ഇച്ചിരി ചളുപ്പാണ്.
അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പം ചില ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയും നിനക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേ കുറെ കോൺടാക്ട്സ് ഇല്ലേ അപ്പൊ അവരുടെ കോൺടാക്ട് ഓഫ് അനദർ കോൺടാക്ട് അപ്പൊ അങ്ങനെ എടുത്തിട്ട് പോയി അവരൊന്ന് കാഷ്വലി മീറ്റ് ചെയ്യുക എന്നിട്ടൊന്ന് സംസാരിക്കുക എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇത്രയും എൻ്റെ PR സ്കിൽസ് ആർ സോ ബാഡ്. ഞാൻ ചിലപ്പം അങ്ങനെ യുനോ അവരുടെ അടുത്ത് ഇങ്ങനെ കോൺടാക്റ്റിലും ടച്ചിലും ഒക്കെ ഇരിക്കാനൊക്കെ എനിക്ക് പ്രയാസമാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഭയങ്കര കുറവാണ്, എന്ന് വെച്ചാൽ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പരിചയമില്ലാത്തവരോടൊക്കെ പോയി നമ്മൾ ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ.